ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്പേഴ്സിൻ്റെ ബാക്കി കൂടെ ഇന്ന് തന്നെ ഇടാമെന്ന്. പക്ഷേ അതെനിക്ക് നേരത്തെ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ഇടുന്നുണ്ട്. നിങ്ങൾ ആ നമ്പേഴ്സിൻ്റെ ബാക്കിയായിട്ട് ഇതുകൂടെ നോക്കുക. അപ്പം നാളെ തൊട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇതിനകത്ത് ഹൺഡ്രഡിന് ഹുണ്ടേർട്ട് എന്നുണ്ട്, അല്ലെങ്കിൽ 900 ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന 200ഉം 300ഉം ഒക്കെ പഠിക്കുക. ഡ്രൈ ഹുണ്ടേർട്ട്, സ്വൈ ഹുണ്ടേർട്ട് എന്നുള്ളത് അതെല്ലാം പഠിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് 1000, 2000, 3000 അതിൻ്റെ എല്ലാം ഇത് കാണാൻ പറ്റും. അതെല്ലാം 1000-ന് 1000 എന്ന് തന്നെയാണ് പറയുന്നത്. 2000-ന് സ്വൈ 1000, ഡ്രൈ 1000, അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ വായിക്കും. ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയതായിട്ട് ആവശ്യമുള്ള കാര്യമല്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അത്യാവശ്യത്തിനുള്ളതെല്ലാം നമ്മളൊന്നും അറിഞ്ഞിരിക്കുക, അത്ര തന്നെ. ഈ ഒരു പേജ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 101-ന് നോക്കുന്നതിന് മുമ്പേ വായിച്ചായിരുന്നു 100 എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ 117 വരുമ്പം 100 സീപ്സേനാണ് 17 എന്ന് പറയുന്നത്. പക്ഷേ 142 വരുമ്പോൾ വേറൊരു വ്യത്യാസം വരുന്നുണ്ട്. 142-ന് നമ്മൾ വായിക്കുന്നത് 100 സ്വൈ und 40. മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു 2 ഡിജിറ്റ് നമ്പർ വായിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വൺസിൻ്റെ സൈഡിലുള്ളതും പിന്നെയാണ് ടെൻസിൻ്റെ സൈഡിലുള്ളത് വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. 100 സ്വൈ und 40. സ്വൈ എന്ന് പറഞ്ഞാൽ 2 ആൻഡ് 40 എന്ന് പറഞ്ഞാൽ 40. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 183-ക്ക് 100 ഡ്രൈ und 80. 100 എന്ന് പറഞ്ഞാൽ 100, ഡ്രൈ എന്ന് പറഞ്ഞാൽ 3, und എന്ന് പറഞ്ഞാൽ ആൻഡ്, 80 എന്ന് പറഞ്ഞാൽ 80. അപ്പോൾ ലാസ്റ്റ് വൺ നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. 1215 എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടുക. ഞാൻ അതിൻ്റെ ആൻസർ നാളെ പറയാം. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് നാളെ കാണാം. ബൈ.